സോറി, തനിക്കിവിടെ ജോലിയില്ല, പൊയ്ക്കോ. അതെന്താ സാർ അങ്ങനെ? അല്ല, ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് വേറെ ആളായി, അതാ. സാർ, ശമ്പളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. എടോ, തനിക്കിവിടെ ജോലി ഇല്ലാന്ന് പറഞ്ഞില്ലേ? ആദ്യം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, ഉടനെ തന്നെ പറയുന്നു ഇല്ലാന്ന്. അതെന്താ കാരണം? തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അതിന് ഇവിടെ ആളായത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ ആളായെന്നും പറഞ്ഞു. എന്താ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? താനെന്തോ മനുഷ്യനെ കളിയാക്കുന്നോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞതിന് ടൂൾസ് ഒക്കെ എടുക്കുന്ന എന്തിന്? എന്നെ ഒന്നും ചെയ്യല്ലേ. ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ജോലി തരാത്തത്. ജഗന് ജോലി തരരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? എടാ, ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആരാണ് എനിക്ക് ജോലി തരണ്ടെന്ന് പറഞ്ഞത്? പറയടോ. കുറുപ്പ് സാറിന്റെ മകനല്ലേ? അതെ. അവിടുന്ന് പറഞ്ഞു ജഗൻ ജോലി അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, കൊടുക്കരുതെന്ന്. അല്ലാതെ ജഗനോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ആരാ ഇപ്പൊ പോയത്? ഇവിടെ വഴക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ മാറി നിൽക്കായിരുന്നു. കടയല്ലേ, ഇതുപോലെ ഓരോന്നും ഒന്ന് കേറിക്കോളും. കുട്ടിക്ക് എന്താ വേണ്ടത്? അല്ല, അയാള് ജോലി അന്വേഷിച്ചല്ലേ വന്നത്? നിങ്ങൾ ജോലി കൊടുക്കാന്നും പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ വഴക്കൂടിയത്? സംഗതിയൊക്കെ ശരി തന്നെയാ. ഇവിടെ ഡ്രൈവറുടെ ഒരു വേക്കൻസി ഉണ്ട്. പക്ഷെ ജഗന് ജോലി കൊടുക്കരുതെന്ന് കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുക. കുറുപ്പ് സാറിനെ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്താ ഈ കടയുടെ ലൈസൻസ് തന്നെ ചിലപ്പോ ഇല്ലാതാക്കി കളയും. അച്ഛനെ തിരിച്ചു വിളിക്കാൻ വാശി അനുവദിക്കുന്നില്ല അല്ലേ? വാശി നല്ലതാ, പക്ഷേ കൺപോളകളിലുള്ള ഈ നനവിൽ അച്ഛനോടുള്ള ജഗന്റെ സ്നേഹം കാണാം. ഹലോ, നിങ്ങളെന്താ സ്വപ്നം കാണുകയാണോ? എന്താണ് വേണ്ടത്? അല്ല, ജഗന് ജോലി കൊടുക്കരുതെന്ന് പറയാൻ കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ആരാ വിളിച്ചത്? ആരാണെന്നൊന്നും അറിയില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഓ, ഒരു സ്ത്രീ ശബ്ദം അല്ലേ? അതെ. ഒന്നുമില്ല, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. മാനത്തെ കൊട്ടാ